ഉണ്ടാകുമെന്നൊരു വിശ്വസ്തമായ സ്രോതസ്സിലൂടെ ഒരു അറിവ് കിട്ടിയാൽ അതാണല്ലോ ഏറ്റവും വലിയ അറിവ്. അതനുസരിച്ച് നീങ്ങാമല്ലോ. എന്നാൽ യഹൂദികൾ അത് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു, യഹൂദികൾ ലോകത്ത് ഒരു തരത്തിലും നീതിശാസ്ത്രം അംഗീകരിക്കാത്ത തലത്തിലേക്ക് അവർ അധപ്പതിക്കും. ഇന്ന് കണ്ടതൊന്നും ആയിരിക്കില്ല. ലോകത്തൊരു നീതിശാസ്ത്രവും സപ്പോർട്ട് ചെയ്യാത്ത തലത്തിലേക്ക് അവർ അധപ്പതിച്ചു പോകും യഹൂദികൾ. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ യഹൂദികൾ ലോക മനസാക്ഷിയെ കവർന്നത് ഹിറ്റ്ലറുടെ പേര് പറഞ്ഞിട്ടാണ്. ഗ്യാസ് ചേംബറിന്റെ ഉള്ളിൽ ആ ഗ്യാസ് ചേംബറിന്റെ ഗന്ധം വഹിച്ച് അത് ഏറ്റുവാങ്ങി ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെട്ടവരാണ് ഞങ്ങളെന്ന് കരഞ്ഞു പറഞ്ഞ് ലോകമനസാക്ഷിയിൽ ഇടം നേടിയ ജൂതന്മാർ, ആ ജൂതന്മാർ ഇന്ന് നരനായാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിറ്റ്ലർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കരയുന്ന ജൂതനാണ് മറ്റൊരു സമൂഹത്തെ നിരപരാധികളായ പെൺകുട്ടികളെ, അതുപോലെ തന്നെ പിഞ്ചോമന മക്കളെ പോലും ക്രൂരമായി വെടിവെക്കുന്നത്. ഇസ്രായേൽ സൈന്യം ഉന്നം പഠിക്കുന്നത് പാവപ്പെട്ട ഫലസ്തീനിലെ മക്കളെ നെറ്റി നോക്കിയിട്ടാണ്. അവരുടെ കണ്ണുകളും അവരുടെ തലച്ചോറും ഉന്നം വെച്ച് അവരുടെ കഴിവ് തെളിയിക്കുമ്പോ മന്റെ സഹോദരങ്ങളെ, ലോകത്തെ നീതിശാസ്ത്രങ്ങൾ വെറുത്തു പോകുന്നൊരു തലത്തിലേക്ക് യഹൂദ ലോബി തരം താഴും. ലോകം അവരെ വെറുക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ പറയാണ്, മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്താ പ്രവാചകൻ പറഞ്ഞത്? ലാ തഖൂമു സാ, ലോകം അവസാനിക്കുകയില്ല. ഹത്താ യുഖാതിലൽ മുസ്ലിമൂന അൽ യഹൂദ, ജൂതന്മാരുമായി മുസ്ലിങ്ങൾ ഒരു യുദ്ധം നടത്തിയാലല്ലാതെ. എങ്ങനെയുള്ള യുദ്ധം? ഫയഖ്തുലുഹും അൽ മുസ്ലിമൂൻ, മുസ്ലിങ്ങൾ യഹൂദികളെ കൊല്ലും. ആ സമയത്ത് ഹത്താ യഖ്തബി അൽ യഹൂദിയു മിൻ വറാഇൽ ഹജരി വശജർ, ആ യുദ്ധം നടക്കുമ്പോ, ആ യുദ്ധം കൊടുമ്പിരി കൊണ്ടുമ്പോ മുസ്ലിം സമൂഹത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഓരോ യഹൂദിയും ഓരോ ജൂതനും ഓരോ കല്ലിന്റെയും മരത്തിന്റെയും പിന്നിൽ പോയി ഒളിക്കും. കല്ലിന്റെയും മരത്തിന്റെയും പിന്നിൽ പോയി ജൂതൻ ഒളിക്കും. ആ സമയത്ത് ഫയഖൂലുൽ ഹജർ അബിശ്ശജർ, ആ സമയത്ത് കല്ലും മരവും വിളിച്ചു പറയും. യാ അബ്ദുല്ലാ യാ മുസ്ലിം ഹാദാ യഹൂദി ഖൽഫി ഫതആൽ വഖ്തുൽഹു. ഓരോ കല്ലും മരവും എന്ന് വിളിച്ചു പറയും, യാ മുസ്ലിം, ഓ മുസ്ലിം, യാ അബ്ദുല്ലാ, ഓ അല്ലാഹുവിന്റെ അടിമേ, ഹാദാ യഹൂദി ഖൽഫി, എന്റെ പുറകിൽ ഒരു ജൂതനുണ്ട്, അതുകൊണ്ട് തആൽ വാ ഫഖ്തുൽഹു, അവനെ കൊന്നിട്ട് പോകാൻ വെറുതെ വിടരുത് എന്ന് ഓരോ കല്ലും ഓരോ മരവും വിളിച്ചു പറയുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ത് തോന്നുന്നു? നമ്മൾ ചിന്തിക്കേണ്ട, അതിപ്പോ ആലങ്കാരികമായി പറഞ്ഞായിരിക്കും. കല്ലും മരമൊക്കെ അങ്ങനെ സംസാരിക്കൂ. കല്ലും മരവും പറയേ അങ്ങനെ ഉണ്ടാവൂല, അത് അത്രത്തോളം ഒരു ക്രൂരന്മാരാകുന്നു പറഞ്ഞതായിരിക്കാം. എന്നാൽ നബി അതോടൊപ്പം പറഞ്ഞു, ഇല്ലൽ അർഖദ്, അർഖദൊഴികെ ഫഇന്നഹു മിൻ ശജറിൽ യഹൂദ്, അത് ജൂതന്റെ മരമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി അത് പറയുമ്പോ അവരവിശ്വസിച്ചില്ല, ജൂതന്മാർ അവിശ്വസിച്ചില്ല, അംഗീകരിക്കാതിരുന്നില്ല. നേരെ മറിച്ച് ഫലസ്തീന്റെ മണ്ണിൽ, ലോകത്തിന്റെ മുക്കുമൂലകളിൽ ഏറ്റവും അധികം വളർത്താൻ അവർ ആഗ്രഹിക്കുന്നത് അർഖദ് എന്ന ജൂതന്റെ മരം. എന്തിന്? ഒളിക്കാനുള്ള സംരക്ഷണം. ആ അർഖദിന്റെ പിന്നിൽ, ആ മുള്ളുമരത്തിന്റെ ചുവട്ടിൽ, ആ മുള്ളുകൾ തെറിച്ചു നിൽക്കുന്ന ആ മരത്തിന്റെ ചുവട്ടിൽ ഒളിക്കാൻ ആ അർഖദിനെ പോഷിപ്പിക്കുന്ന യഹൂദ ലോകത്തെ ആധുനിക ലോകം കാണുകയാണ്. ഇത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം, പ്രവാചകനായ മുഹമ്മദ് നബിക്ക് ലഭിക്കുന്ന വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയാൻ കഴിയുന്ന കാര്യമാണ് മാന്യ സഹോദരങ്ങളെ. അതുകൊണ്ട് അവസാനിച്ചോ, ഞാൻ വിശദീകരിക്കുന്നില്ല, കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല, ഈ ചരിത്രം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കിരാതമായ നടപടികളുടെ പര്യവസാനത്തെക്കുറിച്ചും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിന്റെ അന്ത്യം എങ്ങനെയാകുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലേക്ക് കൂടി വിശദീകരണം നൽകി ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ മുഹമ്മദ് നബി പറഞ്ഞു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ സഹാബികൾ പറയാണ്, ദക്കറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദജ്ജാല ذات غداة فخفض فيه ورفع حتى ظنناه في طائفة النخل. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ദജ്ജാലിനെ കുറിച്ച് ഞങ്ങളോട് പറയാൻ തുടങ്ങി, വിശദീകരിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് നബി ഇങ്ങനെ ശബ്ദമുയർത്തും, എന്റെ പ്രവാചകൻ ഇടയ്ക്ക് ശബ്ദം ഇങ്ങനെ താഴ്ത്തുന്നു. ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി അടുത്ത ഈത്തപ്പനത്തോട്ടത്തിൽ ദജ്ജാൽ ഒളിച്ചിരിപ്പുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി. അത്രമാത്രം ഗൗരവത്തിലാണ് മുഹമ്മദ് നബി എന്ന് പറഞ്ഞത്. എന്നിട്ട് പ്രവാചകൻ ആ സമയത്ത് പറഞ്ഞു, വല്ലാഹു ഖലീഫത്തി അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിങ്ങൾക്കും എനിക്ക് പ്രതിനിധിയായി ഏൽപ്പിക്കാനുള്ളത് അല്ലാഹുവിനെയാണ്, ഖലീഫയായി ഏൽപ്പിക്കാനുള്ളത് അല്ലാഹുവിനെയാണ്. എന്റെ പ്രവാചകൻ പറഞ്ഞു, ഇന്നഹു ശാബുൻ ഖതത്, ദജ്ജാൽ ശാബാണ്. ഏതെങ്കിലും ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞ് തള്ളാൻ നിൽക്കരുത്, ഏതെങ്കിലും ഒരു നാഗരികതയാണെന്ന് പറയരുത്. ശാബുൻ ഒരു യുവാവാണ്. അതുപോലെ തന്നെ ജടപിടിച്ച ഒരു യുവാവ്. ഐനുഹു താഫിയ, അവന്റെ കണ്ണിങ്ങനെ തുറച്ചു നിൽക്കും. മറ്റു ചില റിപ്പോർട്ടിൽ ചില മുന്തിരികൾ അതിങ്ങനെ തള്ളി നിൽക്കുന്നത് പോലെ അവന്റെ കണ്ണ് പുറത്തേക്ക് ഇങ്ങനെ തെറിച്ചു നിൽക്കും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, കഅന്നി ഉസബ്ബിഹുഹു ബി അബ്ദുൽ ഉസ്സ, അബ്ദുൽ ഉസ്സയുടെ കണ്ണ് പോലെ. അബ്ദുൽ ഉസ്സ അതിനെ വിശദീകരിച്ചവർ പറഞ്ഞു അബൂലഹബാണ് ഉദ്ദേശം. അബൂലഹബിന്റെ ഒരു കണ്ണിങ്ങനെ തെറിച്ചു നിൽക്കുമായിരുന്നുവെന്നാണ്. അങ്ങനെ അബ്ദുൽ ഉസ്സയുടെ കണ്ണ് പോലെ തെറിച്ചു നിൽക്കുമെന്ന് മുഹമ്മദ് പറയാണ്. എന്റെ പ്രവാചകൻ പറഞ്ഞു, ഫമൻ അദ്റകഹു മിൻകും ഫൽയഖ്റ അലൈഹി ഫവാത്തിഹ സൂറത്തുൽ കഹ്ഫ്, ആരെങ്കിലും ആ ദജ്ജാലിനെ കണ്ടുമുട്ടിയാൽ സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ സൂക്തങ്ങൾ പാരായണം ചെയ്യട്ടെ. ആരെങ്കിലും ദജ്ജാലിനെ കണ്ടുമുട്ടിയാൽ സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ സൂക്തങ്ങൾ പാരായണം ചെയ്യട്ടെ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇന്നഹു ഖാരിജുൻ ഖല്ലതൻ ബൈന ശാമി വൽ ഇറാഖ് ഫആസ യമീനൻ വആസ ശിമാല. പ്രവാചകൻ പറയും, ഇന്നഹു ഖാരിജ്, തീർച്ചയായും ദജ്ജാൽ വരും. എവിടുന്നാ വരിക? ഖല്ലയിൽ നിന്ന്. എവിടെയാണ് ഖല്ല? ബൈന ശാമി വൽ ഇറാഖ്, ഷാമിന്റെയും, ഷാം എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം നാം വിശദീകരിച്ച ആ ഷാമിന്റെയും ഇറാഖിന്റെയും ഇടയിലുള്ള ഖല്ല എന്ന സ്ഥലത്ത് നിന്ന് ദജ്ജാൽ ഇറങ്ങി വരിക തന്നെ ചെയ്യും. അവൻ വലതുഭാഗത്തും ഇടതുഭാഗത്തും കുഴപ്പങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് നബി പറഞ്ഞു, യാ ഇബാദല്ലാഹ് ഫസ്ബുതു, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ ഉറച്ചു നിൽക്കണം. നബി ഇത് പറയുമ്പോൾ റസൂലുള്ളാഹിയുടെ സഹാബത്ത് നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ദജ്ജാൽ വരുമെന്ന് അങ്ങ് പറഞ്ഞല്ലോ, വമാ ലബ്തുഹു ഫിൽ അർള്, എത്ര കൊല്ലം അവൻ ഇവിടെ താമസിക്കും, എത്ര നാൾ അവൻ ഭൂമിയിൽ ഉണ്ടാകും? നബി പറഞ്ഞു, 40 യൗമൻ, 40 ദിവസം മാത്രമേ ഉണ്ടാവൂ. 40 ദിവസം. പക്ഷേ ആ 40 ദിവസത്തിന് പ്രത്യേകത, യൗമുൻ കസനത്തിൻ, ആദ്യത്തെ ഒന്നാമത്തെ ദിവസം, 40 ദിവസത്തിലെ ഒന്നാമത്തെ ദിവസം കസനത്തിൻ, ഒരു വർഷത്തിന്റെ ദൈർഘ്യമുണ്ട്. ആദ്യം ഒരു ദിവസത്തിന് അനുഭവപ്പെടും, ഒരു വർഷത്തിന്റെ ദൈർഘ്യമുണ്ടാകും. വയോമുൻ, മറ്റൊരു ദിവസം കശഹരിൻ, ഒരു മാസത്തിന്റെ ദൈർഘ്യമുള്ള ദിവസം ഉണ്ടാകും. വയോമുൻ കജുമുഅത്തിൻ, മറ്റൊരു ദിവസം ഒരാഴ്ചയുടെ ദൈർഘ്യമുണ്ടാകും ആ ദിവസത്തിന്. വസായിറു അയ്യാമിഹി കഅയ്യാമിക്കും, ബാക്കിയുള്ള 37 ദിവസങ്ങൾ, ആ 37 ദിവസങ്ങൾ സാധാരണ നിങ്ങളുടെ ദിവസങ്ങൾ പോലെയാകും. ആദ്യത്തെ ദിവസം ഒരു വർഷത്തിന്റെ ദൈർഘ്യം, രണ്ടാമത്തെ ദിവസം ഒരു മാസത്തിന്റെ ദൈർഘ്യം, മൂന്നാമത്തെ ദിവസം ഒരാഴ്ചയുടെ ദൈർഘ്യം. അത് കേട്ടപ്പോൾ നബിയുടെ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഫദാലിക്കൽ യൗമുൽ ലദീ കസനത്തിൻ അതക്ഫീനാ ഫീഹി സലാത്തു യൗമിൻ, അന്നൊരു വർഷത്തിന്റെ ദൈർഘ്യം ഉണ്ടാവുന്നല്ലേ നബി പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അന്നങ്ങനെ നിസ്കരിക്കുക. ഒരു കൊല്ലത്തിന്റെ ദൈർഘ്യത്തിൽ സാധാരണ നിസ്കരിക്കണ പോലെ ആ ദിവസം ഒരു കൊല്ലത്തിന്റെ ദൈർഘ്യമുള്ള ആ ദിവസത്തിൽ 5 നേരം തന്നെ നിസ്കരിച്ചാൽ മതിയോ എന്ന് സഹാബത്ത് നബിയോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറ്റൂലല്ല, അത് പോരാ. ലഹു ഖദ്റ, നിങ്ങൾ കണക്കാക്കി നിസ്കരിക്കണം. കണക്കാക്കി ഓരോ ദിവസത്തിന്റെ ഭാഗം വെച്ചിട്ട് നിങ്ങൾ നമസ്കാരവും ക്രമീകരിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഇത് കഴിഞ്ഞപ്പോ നബിയോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ ഇസ്റാഉഹു ഫിൽ അർള്, ഭൂമിയിൽ അവന്റെ വേഗത എത്രയായിരിക്കും, എങ്ങനെയായിരിക്കും വേഗത? നബി പറഞ്ഞു, കൽ ഗൈസി ഇസ്തദ്ബറതുഹു അർരിഹ്, കാറ്റ് തള്ളിക്കൊണ്ടുപോകുന്ന, കാറ്റ് നീക്കിക്കൊണ്ടുപോകുന്ന മഴ പോലെ, അതാണ് അവന്റെ ദൈർഘ്യം, അവന്റെ സ്പീഡ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫയഅതി അലൽ ഖൗം ഫയദഊഹും ഫയുമിനൂന ബിഹി വയസ്തജീബൂന ലഹു, ഒരു സമൂഹത്തിലേക്ക് ദജ്ജാൽ വരും, എന്നിട്ട് അവരെ വിളിക്കും, ദജ്ജാൽ വിളിക്കും, വരൂ, നിങ്ങൾ റബ്ബാണ് ഞാൻ, എന്നിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ആ നാട്ടിലുള്ള ജനങ്ങൾ മുഴുവൻ ആ ദജ്ജാലിൽ വിശ്വസിക്കും. ആ സമയത്ത് ദജ്ജാൽ ആകാശത്തോട് പറയും, മഴ കൊടുക്ക്, അപ്പൊ തന്നെ മഴ. ഭൂമിയോട് പറയും, പിന്നെ മുളപ്പിക്ക്, ആ സമയത്ത് അതിങ്ങനെ